ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഒരു മുംതാസ് ചിക്കനാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. आज हम बनाने जा रहे रेस्टोरेंट स्टाइल മുംതാസ് ചിക്കൻ കറി ദിഖാएंगे कैसे है. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ട് ചൂടായി. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതും ചൂടായിട്ടുണ്ട്. പാൻ रखा है, इसमें 2 टेबल स्पून तेल डाल के गर्म हो गया. अभी डाल रहे 4 प्याज, 4 सबोള ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. अच्छे से थोड़ा फ्राई करना है. നമ്മുടെ സബോള പകുതി വഴന്നു കഴിഞ്ഞ് आधा फ्राई हो. अभी डाल रहे टोमेटो, 3 टोमेटो डाला है. 3 टोमेटो है നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു 10 പച്ചമുളക്, 10 चिल्ली. अच्छे से सब मिला के थोड़ा फ्राई करना है. നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സവോളയും टोमेटो എല്ലാം നല്ലതായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞു. प्याज और टोमेटो सब अच्छे से सॉफ्ट हो गया. अभी निकाल के एक बर्तन में रख के ठंडा करने के लिए रखेंगे. നമുക്കിതൊന്ന് എടുത്തിട്ട് തണുക്കാനൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. एല്ലാം മാറ്റി കഴിഞ്ഞു. प्याज सब निकाल के रखा है. सेम पैन में हम 6 टेबल स्पून तेल डाल रहे हैं. നമ്മൾ ഈ സെയിം പാനിനകത്തോട്ട് ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് നല്ലതായിട്ട് ചൂടാകാൻ പറ്റും. അച്ചത്തെ ഗരം होने दीजिएगा. നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, ഏലക്ക 5-10 എടുത്തിട്ടുണ്ട്. स्टार 3 എടുത്തിട്ടുണ്ട്. ഗോൾമിർച്ചി, ജീര, ഇലൈച്ചി और स्टार गोटा डालना है. പൊടിക്കാതെ തന്നെയുള്ള എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കും. तेल में डालेंगे. എണ്ണയ്ക്കകത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. सब मिला के थोड़ा तेल में गरम करना है. 1 किलो चिकन എടുത്തിട്ടുണ്ട്. 1 किलो चिकन लिया है. अच्छे से साफ करके रखा है. വൃത്തിയാക്കിയതാണ്. നമുക്ക് ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. इसमें डाल के फ्राई करना है. इसमें डाल के फ्राई कर दीजिए. നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 5 मिनट हाई फ्लेम में डाल के फ्राई कर दिया है. अभी डाल रहे 2 टेबल स्पून अदरक लहसुन का पेस्ट, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് 5 മിനിറ്റ് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ये भी 5 मिनट अच्छे से फुल फ्लेम में डाल के फ्राई करना है. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് നമ്മൾ 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. अदरक लहसुन का पेस्ट डाल के 5 मिनट अच्छे से फ्राई कर दिया है. अभी डालना है हल्दी. നമുക്കിപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ധനിയ പൗഡർ, 1 ടീസ്പൂൺ ജീര പൗഡർ, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമക് भी डाल दें. ഗോൾമിർച്ചി का पाउडर 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. अच्छे से मिक्स करके फ्राई करना है. നമ്മുടെ ഉള്ളി ടൊമാറ്റോ ഇവിടെ നമ്മൾ വഴറ്റി വെച്ചിരുന്നതാണ്. ഉള്ളി ടൊമാറ്റോ പച്ചമുളക് ഒക്കെ വഴറ്റി വെച്ചിരുന്നത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലതായിട്ട് അരച്ചിട്ട് വരണം. टोमेटो, प्याज और हरी मिर्च ठंडा हो गया. अभी अच्छे से पीस के आएंगे. अच्छे से पीस के आया है. मसाला फ्राई हो गया. 5 मिनट हो गया. 5 മിനിറ്റ് ആയിട്ട് നമ്മൾ ആ മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതാണ്. നമുക്ക് ഈ അരച്ച് വെച്ച മസാല ഒഴിച്ചു കൊടുക്കാം. पीस किया वो मसाला डालेंगे. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. अच्छे से मिक्स करके फ्राई करना है. അരപ്പിട്ടതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. മസാല डालने के बाद 10 मिनट थोड़ा फ्राई करना है. 10 മിനിറ്റ് നമ്മൾ വഴറ്റി കഴിഞ്ഞു. 10 मिनट अभी फ्राई किया है. ഫ്ലെയിം ഓഫ് करना है. നമ്മൾ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ദഹി लिया है वो डालेंगे. अच्छे से मिक्स कर दीजिए. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം डालेंगे. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. वो भी डाल के अच्छे से मिक्स करना है. ഞാൻ തൈരും ഫ്രഷ് ക്രീമും ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. फ्रेश क्रीम और दही डाल के अच्छे से मिक्स किया है. अभी
ഫ്ലെയിം ഓൺ करना है നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഇത് കുക്ക് ചെയ്യണം 2 മിനിറ്റ് ബंद करके लो फ्लेम में डाल के कुक करना है लो ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഫ്രഷ് ക്രീം തൈര് വിട്ട് 2 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞു फ्रेश क्रीम और दही डाल के 2 मिनट अभी कुक किया है अभी डालना है 1 कप गरम पानी 1 कप ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം अच्छे മിക്സ് कर लीजिए നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം इसे बंद करके लो फ्लेम में डाल के 10 मिनट कुक करना है चिकन अടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ആയി നമുക്ക് നോക്കാം 10 मिनट हो गया अभी इसमें डाल दे 1 टीस्पून गरम मसाला 1 टीस्पूൺ ഗരം മസാലയുടെ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ് ഇത് അടുത്ത് ഇടുന്നത് നമുക്ക് കൈ വെച്ച് നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തിടാം കസൂരി മേത്തി അभी थोड़ा क्रश करके डाल दे धनिया पत्ता മല്ലിയില അതും കൂടി ഇട്ട് കൊടുക്കും മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റും കൂടെ ബോയിൽ ചെയ്തെടുക്കണം लो फ्लेम में डाल के 2 मिनट और बॉईल करना है करी ऑफ ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം करी ऑफ करके थोड़ा हटा के रखेंगे लास्ट स्टेप ആണ് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് एक पैन रखा है गरम हो गया 2 टेबलस्पून घी डाल दे 2 टेबलस्पून നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ചൂടാകാൻ വെക്കാം थोड़ा गरम होने दीजिए നെയ്യ് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞു घी अच्छा से गरम हो गया अभी 10 हरी मिर्च डाल दे അപ്പം നമ്മൾ 10 പച്ചമുളക് ഇട്ട് ഞാൻ ഫ്രൈ ചെയ്തതാണ് നമ്മുടെ കറിയുടെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കറിക്ക ഊപ്പറിനെ ഡാലെങ്കിൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുംതാസ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പാർട്ടി നടത്തുമ്പോഴും എല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും ബ്രെഡ് ചോറ് ചപ്പാത്തി അപ്പം എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ കറി बहुत बढ़िया है आप लोग थोड़ा ट्राई करके देखिएगा सबका साथ एक मैच हो जाएगा टी ब्रेड चावल सबका साथ बढ़िया टेस्ट है छोटा छोटा पार्टी में बढ़िया लगेगा प्लीज लाइक शेयर एंड सब्सक्राइब थैंक यू फॉर वॉचिंग